പെണ്ണിന്റെ കഴുത്തിൽ സ്വർണ്ണമൊന്നും കാണാനില്ലല്ലോ. ഉള്ളതൊക്കെ റോൾഡ് ഗോൾഡാന്നാ തോന്നണേ. കെട്ടിച്ചൊടുക്കണതാ ഒരു മണ്ടൻ. നിന്റെ ആങ്ങളെ കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണവും ഇല്ല, 7 വർഷം കേൾപ്പിച്ച് അതെ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. ചെറിയ കൂട്ടുകാരെ പരിപാടി. പിന്നെ പെണ്ണിന്റെ അച്ഛനോ അച്ഛനില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാ വെച്ചാൽ കയറുക. ചേട്ടാ, കല്യാണ ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ ചേട്ടൻ തോളിലെടുത്ത് പൊക്കണമെന്ന് അതിന്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ടല്ലോ. ഒന്നും വേണ്ട. അല്ല, അത് വേണം. ചേട്ടാ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എടാ സുമേഷ്, പ്രമോദേ, വാ വാ വാ. എന്താണ് വാ താരുമോനെ, സഹോദരനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? അല്ല, ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സഞ്ജടാ വിളിക്കട്ടെ, വിളിക്കട്ടെ. ചേട്ടാ, ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെയാണ്. പോടാ അവിടുന്ന്, വേറെ ആരെങ്കിലും വിളിക്കാം. മനുഷ്യരവിടെ പിടിവിട്ട് നിൽക്കുമ്പോഴോ ഓരോരോ വേഷം കെട്ടും. അതെ, അളിഞ്ചല്ല ചക്കനെ തട്ടി തോളക്കേറ്റിരിക്കും. നല്ല ഉഗ്രം ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫാ. ചെല്ലുന്നു. നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി വാ. ഇവിടെ മുഹൂർത്തം എന്നൊരു സംഭവം ഉണ്ട്. ചേട്ടാ ഒന്ന് പറ, എന്നെ ഒന്ന് എടുക്കാൻ. ചെല്ല്, കല്യാണം കൊടുക്കട്ടെ. അല്ല എന്തായി ചേട്ടാ പറയൂ. മോനെ, ഈ തോളത്തോട്ട് കയറിക്കോ. ഇതല്ല ഈ തോളത്തോട്ട് കയറിക്കോ. ഇങ്ങനത്തെ തോളല്ല. ഏത് തോളായാലും എന്താ ഈ തോളം ഈ തോളം വേറെ കിരൺ ചേട്ടൻ എന്താ പരിപാടി? കെട്ടിപ്പ് നടക്കൂട്ടാ. പേടിക്കണ്ട, ഇപ്പോൾ ഒരു ബോംബിടും. ബോംബാ? എന്ത് ബോംബ്? അളിയ വെക്കലേ ഞാനൊരു 1 2 3 പറയും. അപ്പൊ എല്ലാരും കൂടി യോ പറയണം. അളിയ ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാൻ പറയാം. ചേരുന്നോ? സാമ്പാറിന് പരിപ്പ് കൂടിയ ഇവിടെ നിന്നല്ലേ ആണ്. കല്യാണ ചക്കനൊക്കെ നന്നായിട്ട് തിരിക്കണം. എന്താണ് എന്താണ് കുഴപ്പമില്ലടാ മോനെ. എന്തോ കുഴപ്പമില്ല. ഞാനൊന്നും പോട്ടെ മുഹൂർത്തായി കെട്ടി നടക്കട്ടെ. ശരിയല്ലേ? ആര് കളിയാക്കി ശരിയല്ലേ? എന്ത് കളിയൊക്കെ ചെയ്യുന്നു? ഞാനൊന്നുമല്ല.
അത് പോട്ടെ പോലെ വിട്. എന്ത് പോട്ടെ എന്ത് പോട്ടെ താനേ പറയണം. താനോ എടീ സഹദേവനെ താനെന്ന് വിളിക്കുക ഇവരാടി കുടിച്ചിട്ട് സഹദേവൻ മിണ്ടാണ്ടിരിക്കുക. പോട്ട് സഹദേവ അളയാ ഇറക്കനെന്തൊരു അഹങ്കാരിയാണല്ലേ മോശം. അവളെ അമ്മാവൻ കൊണ്ടുവന്ന് ബന്ധമല്ലേ അനുഭവിക്കട്ടെ. മോനെ ഡാടാ കൂടുതൽ അഹങ്കാരം കാണിക്കില്ലട്ടാ. എങ്ങനെ അവൻ അഹങ്കാരം കാണിക്കും. അവൻ ദുബായിക്കാരനാ. ഇത്തിരി പോലെ സ്വർണ്ണം ഇട്ടിട്ട് അവൻ പാവായതുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് സംഭവിച്ചത്. അപ്പൊ അവൻ അഹങ്കാരം കാണിക്കും. ഇടി നിന്റെ ആങ്ങളുടെ കണ്ടുപിടുത്ത ഇത്ര വൃത്തിട്ട കുടുംബത്തിലാണ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് ആരാണോ തന്നെ ഈ ദുബായിക്കാരൻ? ഈ ശുഭമുഹൂർത്തത്തിൽ അപചൃപ്തം ഉണ്ടാക്കി പോർക്കുവോ? വൃത്തികെട്ട കുടുംബക്കാര്. പെണ്ണിനെ പറ്റി പല കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പോട്ടെന്ന് വിചാരിച്ചു. താൻ എന്താ കാര്യം അറിഞ്ഞു? തന്റെ മോനെ പറ്റി ഇതിന് 18 കാര്യം ഞങ്ങൾ അറിഞ്ഞു. എന്നെ പറ്റി ഇല്ല എനിക്ക് എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ മോളാ. സന്ദീപ് പോട്ടെ. താനിങ്ങോട്ട് മാറിക്കണോ? ഒരു കുടുംബക്കാരി സംസാരിക്കട്ടെ. ഈ ചെക്കൻ്റെ പ്രശ്നം ഉണ്ടാക്കില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിവിടെ മാറി നിൽക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞത്. പെണ്ണിന്റെ ഓരോ എന്നാ കാര്യം അറിഞ്ഞത്? പിന്നെ തന്റെ ചെറുക്കാൻ മറ്റേ കൊണച്ച ആളല്ലേ. ഒരു പെണ്ണിന് വേണ്ടി ചാവാനാണെന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നീ എന്നല്ല പിന്നെ ചായ നടന്നത്. നിങ്ങളുടെ മകള് വെല്ലോടെ കൂടെ പോയത് ഞങ്ങളെന്താ വേണ്ട? എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാണല്ലോ. മിണ്ടിയാ അമ്മോ ആളിന്റെ പെർഫോമൻസ് ഉണ്ടല്ലേ എന്റെ പൊന്നോ. ഇതിനെ അറിയാം. ഫസ്റ്റല്ലേ ഫസ്റ്റിൽ ഇവിടെ കിടക്കണ്ടേ? എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചത്? ഒരു ഗ്യാസ് പോയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അടി ഉണ്ടാവും. ഇതൊക്കെ ന്യൂ ജനറേഷൻ കല്യാണമാണ്. ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കുന്ന അടിയല്ലേ? കണ്ടില്ലേ എത്ര ആംഗിളാ ഷൂട്ട് ചെയ്തെന്ന്? ആണോ? അങ്ങനെയാണ് അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ? പാചകവും അടിയും പച്ചടി സുര. നമ്മൾ ഈ ചോറൊക്കെ എന്താണ് ഇങ്ങനെ പാക്ക് ചെയ്ത് എടുത്തോ. ഇവിടുത്തെ പൈസ കിട്ടും തോന്നില്ല. ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ അവന്മാർക്ക് 2 എണ്ണം കൂടുതൽ കൊടുക്കായിരുന്നു. അതെങ്ങനെ കറക്റ്റ് സമയത്ത് അലയിന് നറബാബിന്റെ കോള് വന്നോ? അല്ലെങ്കിൽ കാണാതെ ഞാൻ ഇനി ജയൻ തന്നെ ഒരാളെ കണ്ടെത്തിട്ടെ. അവൻ തന്നെ ഉണ്ടാക്കിയല്ലേ ഇതെല്ലാം. പെണ്ണിന്റെ കൊച്ചനായതുകൊണ്ട് ഞാൻ സൂതനോട് ഒരു കാര്യം പറയാം. എന്റെ മോൻ സുമേഷിനെ കൊണ്ട് ഈ പെൺകൊച്ചിനെ കെട്ടിക്കാൻ ഞാൻ തയ്യാറാണ്. പണ്ട് ഞാനൊന്ന് ആലോചിച്ചതാ. അന്ന് ഇവിടെ ഉള്ളവർക്ക് എന്നാ ഡിമാൻഡ് ആയിരുന്നു. സ്വർണ്ണം വേണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളത് തന്നേച്ചാൽ മതി. ഒരു പെൺകൊച്ചിന്റെ കാര്യമായോണ്ടാ. അല്ലാതെ കല്യാണത്തിനൊന്ന് കെട്ടുമുടങ്ങിയ പെണ്ണെ വേറെ ആര് കേട്ടാനാ? അല്ലേ മോനെ?
ആ ജോലി ചെയ്തപോലെ എന്നെ ചെയ് കേണല് കഞ്ഞി. ചേട്ടാ ഇപ്പൊ നൈസായിട്ട് ഇവിടെ ചെന്നേ ചേട്ടന്റെ കാര്യം പറഞ്ഞാലോ? എടാ മണ്ട, രാവിലെ ഒരു വെള്ളം കുരിയിട്ട് വൈകിട്ട് കൊടോടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഞാനാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടക്കിയത് നമ്മളന്ന് മനസ്സിലാവില്ലേ? ആ അത് ശരി. എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര എതിർപ്പില്ല. ഇനി എനിക്ക് സമയമുണ്ടല്ലോ. സുമേഷിനെ കൊണ്ട് അഞ്ജുവിനെ കെട്ടിക്കുന്ന കാര്യം അവരോട് പറയുന്നുണ്ട്. എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നിയത്. പുരുഷമായിട്ട് അത്ര മോശമാണെന്നുമല്ല, പോരാത്തതിന് പൂത്ത കാശുണ്ട്. പിന്നെ ആ പെണ്ണുപിള്ളയുടെ മുഖം അതങ്ങനെ ഇരിക്കൂ. അയാൾ ഇത്തിരി കുണുങ്ങിയൊക്കെ വർത്താനം പറയും. എനിക്കത് സ്നേഹം കൊണ്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചേച്ചി ഒന്ന് ജയൻചേട്ടനോട് പറ. ജയൻചേട്ടന് പുള്ളീനെ അത്ര ഇഷ്ടമൊന്നുമല്ലല്ലോ, എങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. അഞ്ചു വന്നിരിക്കോ? അവിടെ ഉണ്ട്. ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തൊക്കെയാ നടന്നത്? പിന്നൊരു കാര്യമുണ്ട്. അഞ്ജുന് അടുപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞ പയ്യനില്ലേ, അവന്റെ വീട്ടിലേക്ക് അഞ്ജുന്റെ കൂട്ടുകാർ വിളിച്ചിരുന്നു. എവിടെ അവന്റെ വീട്? അതറിയില്ല, പുറത്തെവിടെയോ ആണ്. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലാന്നാ പറഞ്ഞ്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടല്ലെങ്കിൽ പിന്നെ ഇനി ഈ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചേട്ടൻ റെജിനോടൊന്ന് സംസാരിക്കാം. റെജിയോട് ഇപ്പം എന്ത് സംസാരിക്കാനാ? ഈ അവസ്ഥയിൽ അവന് നമ്മളെ സഹായിക്കാൻ പറ്റും. അവരോട് വന്നപ്പോൾ തൊട്ടേ നമുക്ക് പരിചയമുള്ളതല്ലേ. നല്ല വീട്ടുകാരാ, നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അവനെന്തോ ജോലി ആവാറായിരിക്കല്ലേ. ഇത്രയ്ക്ക് എത്തിയിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാവരും ചേട്ടനെ കുറ്റം പറയും. എനിക്കത് കേൾക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി പറഞ്ഞാൽ ജയൻചേട്ടൻ കേൾക്കുമായിരിക്കും. നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാന്നേ. ജയ, പുരുഷന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് സമ്മതമാണ്. നമുക്കൊന്ന് ആലോചിച്ച്. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്കൊന്നും അഞ്ചിനെ പറഞ്ഞു വിടാൻ പറ്റില്ല. പൊട്ടനെ പോലത്തെ ഒരു മോനും എനിക്കറിയാൻ തയ്യേണ്ടത്. ആർക്കാ അവിടെ അത്യാവശ്യം? ഞാൻ അന്നേരം പറഞ്ഞല്ലേ, എനിക്കൊരു താല്പര്യം തോന്നിയില്ല. ഒരുമാതിരി മേനകെട്ട സ്വഭാവമാ പുരുഷന്റെ. അയാളുടെ കുണുങ്ങിയുള്ള നടത്തവും ആ നോട്ടവും ഭാവവും അല്ലേ. മോളെ ഒന്ന് പുറത്ത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്തത്. നിന്റെ ഇഷ്ടം പോലും അന്വേഷിക്കാതെ ഇത് തീരുമാനിച്ചത്. ഒരു നല്ല ജീവിതം നിനക്ക് ഉണ്ടാവുമെന്ന് ഓർത്ത്. എനിക്ക് അമ്മും നീയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മാമനൊരു കാര്യം ചെയ്യാൻ പോവുക. എല്ലാവരും എന്നെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. അതുകൂടെ പക്ഷേ മോള് മാമൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ റിജിയെ ഞാൻ മോക്ക് വേണ്ടി ആലോചിക്കുകയാണ്. അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനിത് നടത്തും. അതെ കിരൺ, ഒരു കാര്യമുണ്ട്. അതെ, ഒരു പ്രശ്നമുണ്ടോ? ഒന്ന് സംസാരിക്കണം. സാറേ, ഇവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അതൊന്ന് തീർക്കട്ടെ. അതെ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ. ഞാൻ എന്റെ പ്രശ്നം തീർത്തിട്ട് ഇന്ന് പോകുന്നുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ സാറേ തലയ്ക്ക് തന്നെ പറ്റിയേ? നീ ആരാ? ഞാൻ ഇവിടുത്തെ അഞ്ജുന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാലേ എന്റെ വീട്ടിൽ രാവിലെ വന്നൊരുത്തൻ കയറി ഭാര്യയെ പിടിക്കാൻ വന്നതാ. ചേച്ചിനെ ഞാൻ നല്ല ശ്രദ്ധിച്ചായിരുന്നു. വെളുത്തിട്ട് നല്ല. ഓ, ശ്രദ്ധിച്ചായിരുന്നല്ലേ? നമുക്കൊരു തീരുമാനമൊക്കെ. സാർ വാ.